കൊല്ലത്ത് 50 രൂപ കൊണ്ട് തുടങ്ങിയ മിമിക്രി കലാകാരന്റെ കാരുണ്യ പ്രവർത്തനം 12 ലക്ഷം രൂപയുടെ വീട് നിർമ്മാണത്തിൽ കലാശിച്ചു. കൊട്ടാരക്കര പുത്തൂർ കല്ലേലിമുക്ക് സ്വദേശിനി വയോധികയായ അമ്മിണിക്കാണ് ദരിദ്ര കുടുംബത്തിലെ മിമിക്രി കലാകാരൻ സുജിത്ത് കലാകാരന്മാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. മന്ത്രി ഗണേഷ് കുമാർ ഇങ്ങനെ അമ്മിണിയമ്മ എന്ന കശുവണ്ടി തൊഴിലാളിയുടെ വീടിന്റെ പാലുകാച്ചു ചടങ്ങിന് സാക്ഷിയായതും താക്കോൽദാനം നടത്തിയതിനും നാടിന്റെ ഉത്സവമായി ഈ ചടങ്ങ് മാറിയതിനും പിന്നിൽ ബാബു ആന്റണിയെ അനുകരിക്കുന്ന മിമിക്രി കലാകാരൻ സുജിത്ത് ആത്മവിശ്വാസത്തോടെ നടത്തിയ പോരാട്ടത്തിന്റെ സംഭവകഥ കൂടിയുണ്ട്. അത് സ്വർണ്ണ ലിപികളാൽ കോറി ഇടപെട്ടു. ഇവിടെ സുജിത്ത് 50 രൂപ കൊടുത്ത് അമ്മ ആദ്യം ആത്മഹത്യക്ക് പോയ അമ്മ എന്നോട് പറഞ്ഞു ആത്മഹത്യക്ക് പോയ ഈ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നൊരു വീട് വെച്ചു തരാം, അമ്മ സമാനമായിട്ട് വാന്ന് വിളിച്ചുകൊണ്ട് വന്നു. സ്വന്തം മകനേക്കാൾ സ്നേഹത്തോടെ ഈ വീട് വെച്ചു കൊടുക്കാൻ സുജിത്ത് തയ്യാറായി എന്ന് മാത്രമല്ല, അതിലൊരുപാട് കലാകാരന്മാരും കലാകാരികളൊക്കെ പങ്കാളികളായി. കലാകാരന്മാർക്കൊന്നും അത്ര നല്ല സമയമൊന്നുമില്ല. കാരണം വെച്ചാൽ പ്രോഗ്രാമുകളൊക്കെ കുറവാണ്. ഈ കോവിഡിന് ശേഷം പല നാടകങ്ങളും അത്തരത്തിലുള്ള കലാരൂപങ്ങളും മിമിക്രി എല്ലാത്തിനും ഒരു കുറവ് വന്നിട്ട് കഴിഞ്ഞൊരു വർഷത്തെ ഒരു ഉത്സവം മാത്രമാണ് അവർക്ക് കിട്ടിയ ഒരു സീസൺ എന്ന് പറയുന്നത്. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇവർ അവരുടേതായ സംഭാവനകൾ നൽകി സുജിത്തിൻ്റെ കൂടെ നിന്ന് ഈ അമ്മയെ സഹായിച്ച എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്, നന്ദി പറയാം. കാരണം ഒരു അമ്മയ്ക്കൊരു വീടായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എല്ലാവർക്കും ഭവനം എന്നുള്ളതാണ്. അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും സർക്കാരിന് തന്നെ നേരിടുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരം എളിയ സംരംഭങ്ങൾ, ഇത് എളിയ സംരംഭം എന്ന് പറയാം, അവർ പറയുന്നത് എളിയ സംരംഭമെന്ന്, പക്ഷേ അതങ്ങനെ വലിയൊരു നേട്ടമാണ്. ഒരു കൊട്ടാരമാണ് സുജിത്ത് ഇവിടെ നിർമ്മിച്ചത് തൻ്റെ കൂട്ടുകാരോടൊപ്പം. ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു നല്ല കൊട്ടാരമാണ് വേണ്ടത്. തീർച്ചയായിട്ടും അമ്മയുടെ ഇനിയുള്ള ജീവിതം സുരക്ഷിതവും സന്തോഷമുള്ളതായിട്ട് ഈ വീടിനകത്ത് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ബാബു അമേരിക്കയിലാണെങ്കിലും ഇവിടെ ബാബു ആന്റണി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് ഇന്ത്യൻ ബാബു ആന്റണി, നമ്മുടെ അതെ പാവങ്ങളുടെ ബാബു ആന്റണി എന്ന് പറയില്ലേ, അതാണ്. പ്രതീക്ഷകളറ്റ് ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ അമ്മിണിയമ്മയെ സുജിത്ത് കണ്ടുമുട്ടി. അതോടെ ഈ അമ്മയുടെ തലയിലെഴുത്ത് തന്നെ മാറി. അപ്പോൾ അമ്മയ്ക്ക് കയറി കിടക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ അമ്മ പിന്നെ ഇനി ജീവിച്ചിരിക്കേണ്ടെന്നും പറഞ്ഞ് കുന്നത്തൂർ ആറ്റിപ്പോയാലും ആറ്റിൻ്റെ വരമ്പിൽ ചെന്നിരുന്നപ്പം നമ്മുടെ സുഹൃത്തുമോ എൻ്റെ സ്വന്തം മോൻ പിന്നെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നു. എന്നു ചോദിച്ചാൽ എന്താ അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എനിക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല, മക്കളെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, അമ്മയ്ക്ക് വീട് വെച്ച് തരാം, അമ്മ ആത്മാറ്റൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മോൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. കണ്ണിൽ കണ്ടവർ, അറിയുന്നവർ, അറിയപ്പെടാത്തവർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കലാകാരന്മാർ, അങ്ങനെ മണ്ണിനായും സിമന്റ് കട്ട കമ്പനികളോടും വരെ കേണപേക്ഷിച്ച് സ്വരുക്കൂട്ടിയതാണ് ഈ വസന്തമാളിക. അമ്മയൊരു മരണത്തിൻ്റെ ഒക്കെ നിന്നപ്പോഴാണ് അമ്മയെ രക്ഷപ്പെടുത്തുന്നത്. അന്ന് എൻ്റെ കയ്യിൽ 50 രൂപ മാത്രമേ ഉള്ളായിരുന്നു. അന്നേരം അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ 50 രൂപ കൊണ്ട് പറഞ്ഞ് അമ്മയ്ക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ്. അന്നേരം ഈ പാവത്തെ പിന്നെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി ഒരു ഭയങ്കര ഓട്ടമായിരുന്നു. ഓരോ സുഹൃത്തുക്കളും കലാകാരന്മാരും ഒരുപാട് നന്മയുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഓരോ കട്ടക്കമ്പനിക്കാരും അതുപോലെ തന്നെ ടൈല് മാർബിളാണ് എല്ലാവരും ചേട്ടനുണ്ട്. ഇവരെല്ലാം ഒരാളുടെ പേര് പറയുമ്പോൾ പറഞ്ഞില്ല, ഒരുപാട് പേര് നമ്മുടെ സാറ് ഒരുതാണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. ആരും പേര് പറയാനില്ല. ആ 50 രൂപ കൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് എൻ്റെ വാക്ക് കേട്ട് നിന്ന് എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അമ്മിണിയമ്മയ്ക്ക് ഇങ്ങനെ ഒരു വീട് ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഏകദേശം 1 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി. അന്നേരം അമ്മയ്ക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റി. ഈ ലോകത്തിലെ ഏറ്റവും വലുത് അച്ഛനും അമ്മയാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് സുജിത്തിന്റെ പ്രയത്നം വാക്കുകളിൽ ഒതുങ്ങില്ല. പ്രമുഖ യൂട്യൂബർ ശിലാ സന്തോഷിന്റെ സാക്ഷ്യം. ഈ ഒരു വീട് വെച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കലാകാരന്മാരും അവർ തെരുവിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ അവിടെ അഭിനയിക്കുക, മിമിക്രി ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ട് 1 രൂപ പോലും ആ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കാതെ ആണ് ഈ ഒരു വീട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വന്ന ആൾക്കാരുൾപ്പെടെ ബക്കറ്റുമായിട്ട് പോയിട്ട് 1 രൂപ, 2 രൂപ, 10 രൂപ, 100 രൂപ പിരിച്ചിട്ടാണ് ഈ വീട് പണിഞ്ഞത്. അപ്പോൾ ഈ വീടിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സും ഹൃദയവും എല്ലാം ചേർന്നാണ് നമ്മുടെ ഈ ഒരു വീട് പണിഞ്ഞിരിക്കുന്നത്. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലെങ്കിൽ ഒറ്റയടിക്കൊരു വീട് വെക്കുന്നതിന് അപ്പുറം ഈ ഒരു രീതിയിൽ ഒരു വീട് വെച്ചതിനാണ്. അപ്പോൾ സുജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടിയത്. ഇതിനകത്ത് ഒരു കട്ട തന്ന ആൾക്കാരോടും നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. കാറ്ററിംഗ്, ലൈറ്റ് ആൻഡ് സൗണ്ട്, നാടൻ പാട്ടുവരെ സന്മനസ്സുള്ളവരുടെ സംഭാവന. സുജിത്തിന്റെ മെയ്യും മനസ്സും നാവും അമ്മിണിയമ്മ എന്ന വയോധികയ്ക്കായി യത്നിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളും പിന്തുണച്ചു. ഒടുവിൽ 1 വർഷം നീണ്ട നെട്ടോട്ടം വീട് യാഥാർത്ഥ്യമാവുകയായിരുന്നു. നമ്മുടെ ഈ അമ്മിണിയമ്മ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയതാണ്. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ ബാബു ആന്റണിയെ പോലെ
ജീവിക്കാൻ ശ്രമിക്കുകയല്ല, അദ്ദേഹത്തെ അനുകരിക്കുകയും ആ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുജിത്ത്, അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വെറും 50 രൂപ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് നൽകി അങ്ങനെ കൈപിടിച്ച് ഉയർത്തിയതാണ് ഈ അമ്മയെ. ഇപ്പോൾ ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ പാവപ്പെട്ടവരിൽ നിന്ന്, കലാകാരന്മാർ, അങ്ങനെ പലരിൽ നിന്ന് ശേഖരിച്ചാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്വപ്നഗ്രഹം പൂർത്തീകരിക്കുന്നതും ഇത് ഇന്ന് കൈമാറിയതും. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.